പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലെ സോഷ്യോളജി മൈനർ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഡിസ്കഷനാണ് നടത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഒന്നാം സെമസ്റ്ററിലെ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പേപ്പറിൽ പ്രധാനമായും 4 മൊഡ്യൂളുകളാണുള്ളത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി, മൊഡ്യൂൾ 2 ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, മൊഡ്യൂൾ 3 കൾച്ചർ ആൻഡ് സൊസൈറ്റി, മൊഡ്യൂൾ 4 സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റീസ് ഇൻ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. ഈ 4 മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഏറ്റവും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഈ പേപ്പർ 100 മാർക്കിനാണ് ഉള്ളത്. 70 മാർക്ക് എക്സ്റ്റേണലും 30 മാർക്ക് ഇൻറ്റേണലും. അതായത് 70 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാം. ഈ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി എന്നതിൽ വരുന്ന ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജി ആസ് എ സയൻസ്, നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, റിലേഷൻഷിപ്പ് വിത്ത് അതർ സയൻസസ്, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, എക്കണോമിക്സ്, സൈക്കോളജി. മറ്റൊരു ഭാഗം സോഷ്യോളജി വേഴ്സസ് കോമൺ സെൻസ്, മറ്റൊരു ഭാഗം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അവസാനത്തെ ഒരു ഭാഗം വരുന്ന ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി, അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യോളജി, റൂറൽ സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി തുടങ്ങിയ സബ്ജക്റ്റുകളുടെ വിശദാംശങ്ങളാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് എമർജൻസ് ഓഫ് സോഷ്യോളജി, അതായത് നമ്മുടെ സോഷ്യോളജി എന്ന ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം. നമുക്കറിയാം, ഹ്യൂമാനിറ്റീസ് ബേസിൽ വന്ന ആളുകൾക്ക് +1 തൊട്ടേ വരുന്ന ഒരു ഭാഗമാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. അതിൽ പ്രധാനമായിട്ടും വരുന്ന 3 ചരിത്ര സംഭവങ്ങൾ നമുക്ക് പറയാം. ഒന്ന് നവോത്ഥാനം, മറ്റൊന്ന് ഫ്രഞ്ച് റവല്യൂഷൻ, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നവോത്ഥാനം എന്ന് പറയുന്നത് 14 മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നടക്കുന്ന പ്രക്രിയ. അത് റിനൈസൻസ്, എൻലൈറ്റ്മെൻറ്റ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്നതാണ്. ജോൺ ലോക്ക്, ജെ റൂസോ, വോൾട്ടയർ, ഇമ്മാനുവൽ കാന്റ് തുടങ്ങിയ ഫിലോസഫേഴ്സിൻ്റെ വക്താക്കളായിട്ട് വരുന്നുണ്ട്. നവോത്ഥാനത്തിൻ്റെ ഒരു ചോദ്യം സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചെറിയ മാർക്കിന് എൻലൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ള ഒരു ഭാഗം വരാം. അതായത് കാര്യകാരണ ബന്ധത്തെക്കുറിച്ച്, ഭൗതികമായ ചിന്തകളെക്കുറിച്ച് ഒക്കെ തുടക്കം കുറിക്കുന്ന, വസ്തുതാപരമായ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലഘട്ടത്തിനാണ് എന്ത് പറയുക, നവോത്ഥാനം എന്ന് പറയുക. മറ്റൊരു ടോപ്പിക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗം സയൻറ്റിഫിക് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ്. 18-19 നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള വ്യാവസായിക വിപ്ലവം, ശാസ്ത്രീയ വിപ്ലവം തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യോളജിയുടെ ആവിർഭാവത്തിന് കാരണമായിട്ടുള്ള മറ്റൊരു ഭാഗം. മറ്റൊന്ന് 1789 നടന്നിട്ടുള്ള 1789 നടന്നിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനാണ്. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, അതിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന, നമുക്കറിയാം, സാധാരണക്കാർ, പ്രഭുക്കന്മാർ, അതേപോലെ തന്നെ പുരോഹിതന്മാർ എന്നൊക്കെ പറയുന്ന വിഭാഗവും, ലൂയി 14, 15, 16 ഭരണാധികാരികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. 1789 ഒരു ചെറിയ മാർക്കിൻ്റെ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്താണെന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, വർഷം, അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ മുദ്രാവാക്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവണം. മറ്റൊരു ഏറ്റവും സാധ്യതയുള്ളൊരു ഭാഗം, ഒരു എസ്സേക്കൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ് നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നൊരു ഭാഗം. നാച്ചർ ഓഫ് സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ എമർജൻസ്, ഡെഫിനിഷൻസ്, അതേപോലെ തന്നെ സോഷ്യോളജി എന്ന പദം ഉണ്ടായത് സോഷ്യസ്, ലോഗോസ്, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതുക. മറ്റൊന്ന് അതിൽ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത് സോഷ്യോളജി ആസ് എ സയൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം ചിലപ്പം ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോഷ്യോളജി ആസ് എ സയൻസ്,
സോഷ്യോളജി ഒരു സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ശാസ്ത്രം എന്ന നിലയിൽ അത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഒരു ശാസ്ത്രമായിട്ട് സോഷ്യോളജിയെ കണക്കാക്കുന്നത് എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അതായത് റോബർട്ട് ബേർസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറാണ് സോഷ്യോളജിയുടെ നാച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസാണ്, ജനറൽ സയൻസാണ്, ഇൻഡിപെൻഡൻറ്റ് സയൻസാണ്, അതേപോലെ തന്നെ ഒരു പ്യുവർ സയൻസാണ്, നോട്ട് എ അപ്ലൈഡ് വൺ. അതേപോലെ തന്നെ സോഷ്യോളജി ഒരു അബ്സ്ട്രാക്റ്റ് സയൻസാണ്, മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ശാസ്ത്രമാണ്. പിന്നെ സോഷ്യോളജി റാഷണലും എംപെരിക്കലുമായുള്ള ശാസ്ത്രമാണ്. അതേപോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ നാച്ചർ പറയുന്നത്. അതായത് സോഷ്യോളജിയുടെ പ്രകൃതത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു ഭാഗം അതിൽ വരുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സ്കോപ്പ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ വ്യാപ്തിയാണ് ചോദിക്കുന്നത്. അതിൻ്റെ പഠന മേഖല അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വ്യാപ്തി തീരുമാനിക്കുന്നത്. 2 സ്കൂൾ ഓഫ് തോട്ടാണുള്ളത്, ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടും സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടും. ഫോർമലിസ്റ്റിക് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. ഒരു ചിന്താഗതി എന്ന രീതിയിൽ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത്, ഫോർമലിസ്റ്റിക്കാർ പറയുന്നത് ഒരു ലിമിറ്റഡ് സ്കോപ്പാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിമിതമായ വ്യാപ്തി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത് മാക്സ് വെബറാണ്, മറ്റൊന്ന് ഫെർഡിനാൻഡ് ടെന്നീസ് തുടങ്ങിയ ഫിലോസഫേഴ്സാണ് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ളതിൻ്റെ വക്താക്കൾ. രണ്ടാമത്തത് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ള ഒരു ഭാഗമാണ്. സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് സോഷ്യോളജി ഈസ് എ സിന്തസിസ് ഓഫ് സോഷ്യൽ സയൻസസ്, സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ഒരു സംയുക്തമാണ്, സംയോജിത രൂപമാണ് സോഷ്യോളജി എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്കോപ്പാണ്, അതിവിശാലമായ വ്യാപ്തി ഉണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറഞ്ഞാൽ ഹെർബർട്ട് സ്പെൻസർ, GH മീഡ്, മോറിസ് ഗിൻസ്ബർഗ് തുടങ്ങിയ ഫിലോസഫേഴ്സാണ്. നേരെ മനസ്സിലാക്കേണ്ടത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്കൂൾ ഓഫ് തോട്ട് എഴുതണം, ഫോർമലിസ്റ്റിക്, സിന്തറ്റിക്. ഫോർമലിസ്റ്റിക് എന്ത് പറഞ്ഞു എന്നും സിന്തറ്റിക് എന്തെന്ന് പറഞ്ഞു എന്നും അതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്തെന്നുള്ളതും അതിൻ്റെ ചിന്താഗതി ഉയർത്തിപ്പിടിച്ച ചിന്തകന്മാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ വരേണ്ടത്. അന്നേരം ഒരു 10 മാർക്കിന് സാധ്യതയുള്ളൊരു ചോദ്യമാണ് നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചർ എന്താണെന്ന് എഴുതുക, സ്കോപ്പ് എന്താണെന്ന് എഴുതുക, അതേപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസും സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഇമ്പോർട്ടൻസ് എന്നുള്ള വാക്കിന് പകരം റിലവൻസ് എന്ന് പറഞ്ഞ വാക്കായിരിക്കും ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്കറിയാം +2 കഴിഞ്ഞ് വന്നിട്ടാണ് ഉടനെ ഉള്ള ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത്. +2-ന് ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. ഈ പാറ്റേണിൽ ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യം ഉണ്ടാവൂ. അന്നേരം അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അന്നേരം ഇതൊരു എസ്സേക്ക് സാധ്യതയുള്ള, ഒരു പാരഗ്രാഫിനൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നൊരു ഭാഗം റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ്. അതായത് സോഷ്യോളജിയും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, എക്കണോമിക്സ്, സൈക്കോളജി, ഇതൊക്കെ നമുക്കറിയാം എന്താ ശാസ്ത്രം എന്നും ഹിസ്റ്ററി എന്താ പഠിക്കുന്നതെന്ന് നമുക്കറിയാം. ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നറിയാം. അതായത് ഒരു സമൂഹത്തിൻ്റെ ചരിത്രപരമായ വസ്തുതകളെ മനസ്സിലാക്കാൻ സോഷ്യോളജിക്കൽ പഠനത്തെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങൾക്ക് ഹിസ്റ്ററി സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻസാണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നും പവർ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവൺമെൻറ് സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു സമൂഹം നിലനിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഈ പഠനങ്ങൾക്കും ഏത് സഹായിക്കുന്നുണ്ട്? പൊളിറ്റിക്കൽ സയൻസ് സഹായിക്കുന്നുണ്ട്. മറ്റൊരു ശാസ്ത്രമാണ് ആന്ത്രോപോളജി, നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് ഇത് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അതിൻ്റെ മനുഷ്യൻ്റെ വ്യത്യസ്ത വംശങ്ങളെക്കുറിച്ച്, വിഭാഗങ്ങളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, അവരുടെ പരിണാമങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി, ആന്ത്രോപോളജിയും. കാരണം രണ്ടിലും മനുഷ്യ വിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അത് കുറച്ചുകൂടെ ആഴത്തിലുള്ള പഠനം മനുഷ്യവംശങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ നടത്തുന്നു ആന്ത്രോപോളജി. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ആന്ത്രോപോളജിയും തമ്മിൽ നിന്നുണ്ട് വളരെ അടുത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ശാസ്ത്രമാണ് എക്കണോമിക്സ്, മറ്റൊന്ന് സൈക്കോളജി. ഈ 2 ശാസ്ത്രങ്ങളും സോഷ്യോളജിയും തമ്മിൽ അടുത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. എക്കണോമിക്സ് എന്തിനെക്കുറിച്ച് പഠിക്കുന്നു, സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള വിശകലനം നടത്തുക.
അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ചിലപ്പോൾ ഇതിലൊരു പാരഗ്രാഫിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഏതെങ്കിലും ഒരു ശാസ്ത്രം, ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ ആന്ത്രോപോളജിയോ എക്കണോമിക്സോ സൈക്കോളജിയോ ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ് എന്നുള്ള രീതിയിൽ ഒരു എസ്സേക്കും ചോദിക്കാം. ആ സമയത്ത് ഈ പറയുന്ന 5 ശാസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അവയുമായിട്ടുള്ള സോഷ്യോളജിയുടെ അടുത്ത ബന്ധത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക. ഈ മൊഡ്യൂളിൽ വരുന്ന അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യോളജി വേഴ്സസ് കോമൺ സെൻസ്, അല്ലെങ്കിൽ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അതായത് സാമൂഹ്യ ശാസ്ത്രവും സാമാന്യ ബോധവും എന്ന് പറയുന്നൊരു ഭാഗം. അതായത് സോഷ്യോളജി എന്താണെന്നും കോമൺ സെൻസ് എന്താണെന്ന് നമുക്കറിയാലോ, സാമാന്യ ബോധം എന്ന് പറയുന്നത്. ഈ രണ്ടും ഈ പറയുന്ന സോഷ്യോളജി ആയാലും കോമൺ സെൻസ് ആയാലും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്നൊരു ഭാഗമാണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ പഠനമാണ്. ഗവേഷണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സാമൂഹ്യ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. ഇവ തമ്മിലുള്ള ഒരു ഘടകം രണ്ടും സാമൂഹ്യ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു ഭാഗമാണ്. ഒന്ന് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, അസമത്വത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു ഭാഗമാണ് ഇതിൽ വരുന്നത്. അന്നേരം ചോദിക്കാൻ ചിലപ്പം സാധ്യതയുള്ളൊരു ഭാഗമാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് എന്ന് പറഞ്ഞ് ജനറലായിട്ട് എഴുതാൻ പറ്റുന്നൊരു ഭാഗമാണ്. സോഷ്യോളജി എന്താണെന്ന് എഴുതുക, അവയും സാമാന്യ ബോധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. മറ്റൊരു ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പം എന്ന രീതിയിൽ അമേരിക്കൻ ഫിലോസഫറായിട്ടുള്ള സി റൈറ്റ് മിൽസാണ് ഇത് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ബുക്ക് കൂടിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. 1959 പ്രസിദ്ധീകരിച്ച ബുക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് അതും ഈ പറയുന്ന രീതിയിൽ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സോഷ്യൽ ഹിസ്റ്റോറിക്കൽ കണ്ടക്സ്റ്റിന് അടിസ്ഥാനത്തിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കി സമൂഹത്തെ മനസ്സിലാക്കാൻ, വ്യക്തികളെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നതിനാണ് എന്ത് പറയുക, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു പാരഗ്രാഫിനൊക്കെ ഒരു സാധ്യതകളാണ്. ആരാണ് അവതരിപ്പിച്ചത്, എന്തൊക്കെയാണ് ഇതിൽ വിശകലനം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും പൊതുവായ പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചരിത്രപരമായ ഘടകങ്ങളുണ്ട്. സാമൂഹ്യ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കെ സഹായിക്കുന്നൊരു ഭാഗമാണെന്ത്, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നൊരു ഭാഗമാണ്. ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അതിൽ പ്രധാനമായിട്ടും മെഡിക്കൽ സോഷ്യോളജി, റൂറൽ സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി, അതേപോലെ തന്നെ അർബൻ സോഷ്യോളജി, എൻവയോൺമെൻറ്റൽ സോഷ്യോളജി, അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി, എക്കണോമിക് സോഷ്യോളജി, ഇതൊക്കെയാണ് വരുന്നത്. അതായത് ഈ പറയുന്ന മെഡിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചായിട്ട് കണക്കാക്കുന്നു. എക്സാമിൻ ദ സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്, ഇൽനെസ് ആൻഡ് ഹെൽത്ത് കെയർ. അതായത് നമ്മുടെ ആളുകളുടെ മാനസികാരോഗ്യം, അതേപോലെ തന്നെ ആരോഗ്യ സുരക്ഷ, ഇതൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മെഡിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ സാമൂഹ്യ ഘടനയെക്കുറിച്ച്, പ്രക്രിയകളെക്കുറിച്ച്, അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശകലനം ചെയ്യുന്ന ഒരു പഠനമാണ് ഇത് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സോഷ്യോളജി ആ വാക്ക് തന്നെ ഉണ്ട്. വ്യാവസായിക സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വ്യവസ്ഥയിലെ, വ്യാവസായിക വ്യവസ്ഥയിലെ സാമൂഹ്യ ബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. നാഗരിക സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് നഗര സമൂഹത്തിലെ മെട്രോപൊളിറ്റൻ ഏരിയയിലെ ഹ്യൂമൻ ഇൻട്രാക്ഷനെക്കുറിച്ച്, മനുഷ്യൻ്റെ പരസ്പര ബന്ധത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി, എക്കണോമിക് സോഷ്യോളജി പറയുന്ന ഭാഗങ്ങളാണ് വരുന്നത്. അവസാനമായിട്ട് അർബൻ സോഷ്യോളജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ഭാഗം കൂടെ വരുന്നുണ്ട്. അന്നേരം ഇത്രയും വരുന്ന ഒരു ഭാഗമാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ചിലപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5-6 ബ്രാഞ്ചസിൽ ഒരു 4 എണ്ണമെങ്കിലും എഴുതിയിട്ട് ഒരു പാരഗ്രാഫൊക്കെ വരികയാണെങ്കിൽ ആ രൂപത്തിലേക്ക് എഴുതാൻ പറ്റണം.
ചിലപ്പം ചെറിയ മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മെഡിക്കൽ സോഷ്യോളജി എന്താണെന്നോ അല്ലെങ്കിൽ റൂറൽ സോഷ്യോളജി എന്താണെന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. അതിൽ വരാൻ സാധ്യതയുള്ളൊരു ഭാഗം നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി, മറ്റൊന്ന് റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, എക്കണോമിക്സ്, മറ്റൊന്ന് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ബ്രാഞ്ചസിൽ ഏതെങ്കിലും ഒന്ന്. അന്നേരം അത്രയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ സാധ്യതയുള്ളൊരു ഭാഗം. അന്നേരം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എൻലൈൻമെൻറ്റ്, ഫ്രഞ്ച് റവല്യൂഷനൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ഈ പേപ്പറിലെ രണ്ടാമത്തെ മൊഡ്യൂള് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, സോഷ്യൽ ഇൻറ്ററാക്ഷൻ, സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ സ്ട്രക്ചർ. അതായത് സമൂഹവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൊഡ്യൂളാണിത്. അതിൽ ചെറിയ മാർക്കിനും എസ്സേക്കൊക്കെ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് സാമൂഹ്യപരമായ ആശയങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക് എഴുതാൻ പറ്റുന്നൊരു ഭാഗമാണ്. ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സൊസൈറ്റി എന്താണെന്നുള്ളതാണ്, സമൂഹം എന്താണെന്നുള്ളത്. നമ്മൾ വ്യക്തികൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഒരു പൊതുവായ സംസ്കാരവും പൊതുവായ പ്രദേശത്തെ താമസവും ഒക്കെ നിലനിർത്തുന്ന ആളുകളെയാണ് എന്തു പറയുക, സമൂഹം എന്ന് പറയുക. അതിൽ പ്രധാനമായിട്ടും പഠനം നടത്തിയ ചിന്തകന്മാരെന്ന് പറയുന്നത് എമൈൽ ഡർക്കീം, കാൾ മാക്സ്, മാക്സ് വെബർ, ടാൽക്കോട്ട് പാർസൺ തുടങ്ങിയ ചിന്തകന്മാരാണ്. ഇതിൽ ചിലപ്പം ചോദിക്കാൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നൊരു ഭാഗം സാധ്യതയുണ്ട്. അതായത് എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ. ഒന്ന് സാമൂഹ്യ ഘടന ഒരു സവിശേഷതയാണ്. മറ്റൊന്ന് അവരുടെ സംസ്കാരങ്ങളുടെ പങ്കുവയ്ക്കൽ, ഷെയർഡ് കൾച്ചർ, സോഷ്യൽ ഇൻറ്ററാക്ഷൻ, സോഷ്യൽ കൺട്രോൾ, മറ്റൊന്ന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇതൊക്കെ അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. മറ്റൊരു ഭാഗം ഒരു പാരഗ്രാഫിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് സൊസൈറ്റി. നമുക്കറിയാം സമൂഹത്തിൻ്റെ രൂപങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. അഗ്രേറിയൻ സൊസൈറ്റി, കാർഷിക സമൂഹം, വ്യാവസായിക സമൂഹം, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതേപോലെ തന്നെ പാസ്റ്റൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ചോദിക്കുന്നത്. കാർഷിക സമൂഹം എന്താണ്, വ്യാവസായിക സമൂഹം എന്താണ്, വ്യാവസായിക സമൂഹത്തിന് ശേഷമുള്ള സമൂഹം, ആ രീതിയിലുള്ള തരംതിരിവാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ ചിലപ്പം ഇത് ചോദിക്കാറുണ്ട്, മുമ്പ് കാലത്തുണ്ടായിരുന്ന ഫുഡ് ഗാദേഴ്സ് ആൻഡ് ഹണ്ട്, ഭക്ഷണം ശേഖരിക്കുന്നവരും വേട്ടയാടുന്നവരും, കാർഷിക സമൂഹം, വ്യാവസായിക സമൂഹം, ഇങ്ങനെ ഈ രീതിയിലും വേർതിരിക്കാറുണ്ട്. അന്നേരം അതിൻ്റെ സമൂഹത്തിൻ്റെ തരംതിരിവുകൾ, ടൈപ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നൊരു ഭാഗം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്ന് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ, സമുദായം എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. അതായത് പൊതുവായ മൂല്യങ്ങൾ, താല്പര്യങ്ങൾ ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്ന, അതേപോലെ തന്നെ ഒരേ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രാദേശികമായിട്ടുള്ളൊരു സാമൂഹ്യ സംഘത്തിനെയാണ് എന്ത് പറയുക, കമ്മ്യൂണിറ്റി എന്ന് പറയുക. അതിൻ്റെ സവിശേഷതകൾ ചിലപ്പം ചോദിക്കാറുണ്ട്. മാക്കൈവർ, കിങ്സ്ലി ഡേവിസ് തുടങ്ങിയവർ ഇതിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും, അതായത് ഒരു കൂട്ടം ആളുകൾ. മറ്റൊന്ന് ടെറിറ്റോറിയൽ ക്യാരക്ടർ, ഒരേ പ്രദേശത്തായിരിക്കും ഇവർ താമസിക്കുക. പിന്നെ ഫീലിംഗ്, ഒന്നാണെന്ന ഒരു ബോധം, ഒരു ഐക്യമൊക്കെ ഇവർക്കിടയിലുണ്ടാവും. പിന്നെ ഒരു നാമം, ഒരേ പേരറിയപ്പെടുന്നുണ്ടാവും. ഇതിനൊക്കെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ് അടുത്തതായിട്ടുള്ളത്. അസോസിയേഷൻ എന്ന് പറയുന്നത് ഫോർമലായിട്ടുള്ള, ഇൻഫോർമലായിട്ടുള്ള, ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയുക, അസോസിയേഷൻ എന്ന് പറയുക. നമുക്ക് ചില സംഘടനകൾ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ, ഓർഗനൈസേഷൻ എന്ന രൂപത്തിലൊക്കെ പറയാറുള്ളൊരു ഭാഗമാണ്. ആ ഒരു ആശയത്തിലും പഠിച്ചിട്ടുള്ളത് മാക്കൈവറും അതേപോലെ തന്നെ ഗിൻസ്ബർഗ്, CH കൂലെ തുടങ്ങിയ ഫിലോസഫേഴ്സാണ്. ഇതിൻ്റെ സവിശേഷത പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറായിരിക്കും, ഒരു സംഘടിതമായ ഘടന ഉണ്ടാവും, കോമൺ ഒബ്ജക്റ്റീവ്. നമുക്കറിയാമല്ലോ, ഒരു സംഘടനയ്ക്ക് ഒരു പൊതുവായ ലക്ഷ്യം ഉണ്ടാവും, പിന്നെ മെമ്പർഷിപ്പ് ഉണ്ടാവും, അതിൻ്റെ നോംസ് ആൻഡ് റൂൾസ് ഉണ്ടാവും, അതായത് അതിൻ്റെ രീതികൾ, നിയമങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒരു തുടർച്ച ലീഡർഷിപ്പിലായാലൊക്കെ ഉണ്ടാവും. പിന്നെ വളണ്ടറി ആയിട്ടും ഇൻവളണ്ടറി ആയിട്ടും ഒക്കെയുള്ള പങ്കാളിത്തം ഇതിലുണ്ടാവും. ചില സംഘടന നമുക്കറിയാലോ, വളണ്ടറി ആയിട്ട് ചേരുന്ന
സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും, രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ലീഗൽ റെക്കഗ്നേഷൻ ഉണ്ടാവും. ഈ മൊഡ്യൂളിലെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻ്ററാക്ഷനാണ്. അതായത് സാമൂഹ്യ പരസ്പര പ്രവർത്തനം എന്ന് പറയുന്നൊരു ഭാഗം. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറഞ്ഞു പോകുന്നത്, എന്നാലും ഈ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്. ഏതായാലും ഈ ക്ലാസ് കേട്ടുകൊണ്ട് ഒരു ലെക്ചർ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പറയുകയാണെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹ്യ പരസ്പര പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ ഫോംസ് ഓഫ് ഇൻറ്ററാക്ഷൻ, ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വൽ ടു ഗ്രൂപ്പ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, അതേപോലെ തന്നെ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇൻഡിവിജ്വൽ ടു കൾച്ചർ സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്നൊക്കെ പറയുന്ന വിഭാഗം. മറ്റൊന്ന് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച്, കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ, അക്കമഡേഷൻ, കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കും പറയാറുണ്ട്. ചില ഭാഗങ്ങളിൽ നമുക്ക് സോഷ്യൽ ഇൻറ്ററാക്ഷൻ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, വെർബൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, നോൺ വെർബൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്നൊക്കെ രീതിയിൽ പറയാം. മറ്റൊരു ഭാഗം പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. സോഷ്യൽ ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത്, സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ സംഘങ്ങൾ എന്താണെന്നുള്ളത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ ടൈപ്സ്, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഭാഗം, പിന്നെ ഫോർമൽ, ഇൻഫോർമൽ ഗ്രൂപ്പുകൾ, ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്, വെർട്ടിക്കൽ ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പ്, ലാർജ് ഗ്രൂപ്പ്, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലാണ് ഗ്രൂപ്പുകൾ, സാമൂഹ്യ സംഘങ്ങളുള്ളത്. നമുക്കറിയാം ഒരു സാമൂഹ്യ സംഘം എങ്ങനെയാണ് രൂപപ്പെടുക എന്നുള്ളത്. അതിന് ചെറിയ മാർക്കിനൊരു സാധ്യതയുള്ളൊരു ഭാഗമാണ് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ സംഘങ്ങൾ എന്താണെന്നുള്ളത്. നമുക്ക് പ്രൈമറി ഗ്രൂപ്പ് കുടുംബം, അയൽക്കൂട്ടം അല്ലെങ്കിൽ അയൽവാസികൾ, കൂട്ടുകാർ, കമ്മ്യൂണിറ്റി. സെക്കൻഡറിയിൽ പിയർ ഗ്രൂപ്പുകൾ, സോഷ്യൽ നെറ്റ്വർക്കുകൾ, അതേപോലുള്ള വ്യത്യസ്ത സാമൂഹ്യ ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മൊഡ്യൂളിലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയുക, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുക. ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. പിന്നെ അതിൻ്റെ ടൈപ്സാണ്, ഒരു പാരഗ്രാഫിനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. അതായത് ഒരു കുട്ടി വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് ഉൾപ്പെടുന്നതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. സെക്കൻഡറി സോഷ്യലൈസേഷൻ, മറ്റൊന്ന് ജെൻഡർ സോഷ്യലൈസേഷൻ, ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ, റീസോഷ്യലൈസേഷൻ, അഡൽട്ട് സോഷ്യലൈസേഷൻ. അതിൽ 5-6 പറയുന്നുണ്ട്, എന്നാലും ഒരു 4 മനസ്സിലാക്കി വെക്കുക. പ്രൈമറി, സെക്കൻഡറി, ആൻറ്റിസിപ്പേറ്ററി, റീസോഷ്യലൈസേഷൻ, ഈ ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നൊരു ചോദ്യം ഉള്ളൊരു ഭാഗമാണ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് കുടുംബം, മറ്റൊന്ന് പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ സംഘം, മൂന്നാമതായിട്ട് വരുന്ന സ്കൂൾ, നാലാമത് നൈബർഹുഡ്, അയൽവാസികൾ, അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്, അഞ്ചാമത് പറയുന്നത് റിലീജിയൻ, ആറാമത് മാസ് മീഡിയ, പിന്നെ വർക്ക് സ്പേസ് ഒക്കെ സ്റ്റേറ്റ്, രാഷ്ട്രം തന്നെ ഒക്കെ ഒരു ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. അന്നേരം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്ഐക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ് ടൈപ്സ് ആൻഡ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ രൂപങ്ങളും ഏജൻസികളും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളാണ്, സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. നമുക്കറിയാം സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ, രീതികളെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത്, സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത്. നിംകോഫ്, ഇയറോസ്, ഒക്ബേൺ തുടങ്ങിയ ആളുകളൊക്കെ ഇതിൽ പഠനം നടത്തുന്നത്. ടൈപ്സിൽ ഫോർമൽ സോഷ്യൽ കൺട്രോള്, അതായത് നിയമം മൂലം, അതേപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഏജൻസികൾ മൂലമൊക്കെ നിയന്ത്രിക്കുന്നതിനാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുക. മറ്റൊരു ഭാഗം വരുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർമലും ഇൻഫോർമലും. ഇപ്പോൾ കുടുംബത്തിൽ, കൂട്ടുകാർക്കിടയിൽ നമ്മുടെ എഴുതപ്പെടാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നതിനാണ് എന്ത് പറയുക, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന്. ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് തന്നെ എഴുതിയാലും മതി. ഫാമിലി, പിയർ ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലീഗൽ സിസ്റ്റം, മീഡിയ, റിലീജിയൻ ഒക്കെ, ഗവൺമെൻറ് ഒക്കെ ഇതിൻ്റെ ഏജൻസിയാണ്, സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻസിയാണ്. മറ്റൊന്ന് അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്, സാമൂഹ്യ ഘടന. അതായത് സമൂഹത്തിലെ
സാമൂഹ്യ ബന്ധങ്ങളെ, സ്ഥാപനങ്ങളെ, സാമൂഹ്യമായ രീതികളെ, പ്രക്രിയകളെയൊക്കെ തന്നെ ഒരു ക്രമീകരിക്കുന്നതിന് ഓർഗനൈസ്ഡ് പാറ്റേണിലേക്ക് മാറ്റുന്നതാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. എന്നിട്ട് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സെക്കൻഡ് മൊഡ്യൂൾ അത് സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സോഷ്യലൈസേഷനിൽ ടൈപ്സ്, ഏജൻസീസ്, സോഷ്യൽ കൺട്രോൾ. പിന്നെ ചെറിയ മാർക്കിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് സൊസൈറ്റി എന്താണ്, കമ്മ്യൂണിറ്റി എന്താണ്, സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്, അസോസിയേഷൻ എന്താണെന്നൊക്കെ ഉള്ളൊരു ഭാഗം. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഈ പേപ്പറിലെ മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഇതിൽ കുറേയേറെ ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഈ മൊഡ്യൂളുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് കൾച്ചർ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ, അതിൻ്റെ സവിശേഷതകൾ, അതിലെ ഘടകങ്ങൾ. മറ്റൊരു ഭാഗം കൾച്ചറൽ ലാഗ്, സാംസ്കാരിക മാന്യം. മറ്റൊന്ന് സബ് കൾച്ചർ, പോപ്പുലർ കൾച്ചർ, എത്നോസെൻട്രിസം, കൾച്ചറൽ റിലേറ്റിവിസം, ഹൈ കൾച്ചർ, മൾട്ടി കൾച്ചറലിസം. മറ്റൊരു ഭാഗം ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ. ഇത്രയും ഭാഗമാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് കൾച്ചർ എന്താണെന്നുള്ളതാണ്. അതൊരു സമൂഹത്തിലെ ആളുകളുടെ ജീവിത രീതിയെ, വേ ഓഫ് ലൈഫ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു കൂട്ടം ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ വ്യക്തികളുടെ ജീവിത രീതിയൊക്കെ ഉൾപ്പെടുന്നതിനാണ് എന്ത് പറയുക, കൾച്ചർ എന്ന് പറയുക. അതിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ വിശ്വാസങ്ങൾ, രീതികൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നതിനാണ് എന്ത് പറയുക, കൾച്ചർ എന്ന് പറയുക. അതിൽ പഠനം നടത്തിയിട്ടുള്ള ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്, വിശകലനം നടത്തിയിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള E.B. ടൈലർ, അതേപോലെ തന്നെ P. ഡേവിഡ്, A. ഹോബൽ, അങ്ങനെ നിരവധി മലിനോസ്കി ഉൾപ്പെടെ നിരവധി ചിന്തകന്മാർ കൾച്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അന്നേരം എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? നമുക്കറിയാം, സംസ്കാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നിന്ന് വ്യക്തി പഠിച്ചെടുത്ത എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുന്നതാണ് എന്ത് പറയുക, സംസ്കാരം എന്ന് പറയുക. ചെറിയ മാർക്കിന് ചിലപ്പം ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്നത്. അന്നേരം ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പ്രധാനമായിട്ടും കൾച്ചർ എന്ന് പറയുന്നത് പഠിച്ചെടുത്തതാണ്. കൾച്ചർ ഈസ് ലേൺഡ്, കൾച്ചർ ഈസ് സോഷ്യൽ, സാമൂഹികമാണ്, കൾച്ചർ ഈസ് ചേഞ്ച്, മാറ്റത്തിന് വിധേയമാണ്. മറ്റൊന്ന് ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് ഐക്യം രൂപപ്പെടുത്തുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ്, ചലനാത്മകമാണ്. അങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉൾപ്പെടുന്നതിനാണ് എന്ത് പറയുക, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ, എന്തൊക്കെയാണ് സംസ്കാരത്തിലെ ഘടകങ്ങൾ എന്നുള്ളത്. ചെറിയ മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാം, ഒരു പാരഗ്രാഫിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംസ്കാരത്തിലെ ഘടകങ്ങൾ എന്ന് പറയുക. മൂല്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, സിംബൽസ്, അടയാളങ്ങളുണ്ട്, നമ്മുടെ ഭാഷ ഉണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഒക്കെ ഉൾപ്പെടുന്നതിനാണ് എന്ത് പറയുക, എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ. അതിൽ രണ്ട് രീതിയിൽ പറയാം, മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ, ഭൗതികവും ഭൗതികേതരവുമായ സംസ്കാരം. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുക, മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാംസ്കാരിക ഘടകങ്ങളെയാണ് എന്ത് പറയുക, മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുക. നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിഭൗതികമായ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാംസ്കാരിക ഘടകങ്ങളെയാണ് എന്ത് പറയുക, നോൺ മെറ്റീരിയൽ എന്ന് പറയുക. വിശ്വാസം, മൂല്യങ്ങൾ, ആചാരങ്ങൾ ഒക്കെ നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ് വരിക. ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന രീതിയിലുള്ള ചോദ്യം വരാം. അന്നേരം പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫിനൊക്കെ ഒരു സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് കൾച്ചർ, അതിൻ്റെ ഫീച്ചേഴ്സ്. മറ്റൊരു ഭാഗം വരുന്നത് കൾച്ചറൽ ലാഗ്, സാംസ്കാരിക മാന്യം എന്ന് പറയുന്നതാണ്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് W.F. ഒക്ബേൺ എന്ന് പറയുന്ന ഫിലോസഫർ അവതരിപ്പിച്ച ഒരു കാഴ്ചപ്പാടാണെന്ത്, കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അത് സംസ്കാരത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരാശയമാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് സംസ്കാരത്തിലെ ചില ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ ഫലമായി സംസ്കാരത്തിലെ മറ്റു ചില ഘടകങ്ങൾക്ക് ഉണ്ടാവുന്ന പൊരുത്തപ്പെടാനുള്ള കാലതാമസമൊക്കെ ആണെന്ത്, കൾച്ചറൽ ലാഗ് എന്ന രീതിയിലേക്ക് വിശകലനം ചെയ്തിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്ക് പറയുന്നത് സബ് കൾച്ചറാണ്. സബ് കൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഉപസംസ്കാരം എന്ന് പറയുന്നത്. അത് വലിയൊരു സാംസ്കാരിക വിഭാഗത്തിനിടയിലുള്ള, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾക്കിടയിലുള്ള ഒരു സംസ്കാരത്തിനാണ് എന്ത് പറയുക, ഉപസംസ്കാരം എന്ന് പറയുക. കിട്ടി. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്.
പോപ്പുലർ കൾച്ചറിന് പ്രശസ്തമായ സംസ്കാരം എന്ന രീതിയിൽ, അതായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുന്ന, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാംസ്കാരിക ഘടകങ്ങളെയാണ് എന്ത് പറയുക, പോപ്പുലർ കൾച്ചർ എന്ന്. ഇപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, ഇപ്പോൾ നമുക്കറിയാലോ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ട്രെൻഡുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുക, പോപ്പുലർ കൾച്ചർ എന്ന് പറയുക. മറ്റൊരു ടോപ്പിക്ക് വരുന്നത് എത്നോസെൻട്രിസം എന്ന് പറയുന്നതാണ്. അതായത് ആ വാക്ക് കേട്ടിട്ട് ബേജാറാവാനൊന്നുമില്ല. എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സംസ്കാരത്തെ മറ്റുള്ളവരെക്കാൾ ഉയർന്നതായിട്ട് കണക്കാക്കുന്നതിനാണ് എന്ത് പറയുക, എത്നോസെൻട്രിസം എന്ന് പറയുക. ഭാഷയായിക്കോട്ടെ, ആശയവിനിമയ രീതി ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ മതപരമായോ ഒക്കെയുള്ള വിശ്വാസങ്ങളോ ഏതു കാര്യങ്ങളായാലും മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണ് നമ്മുടെ ചിന്തിക്കുന്നതിനാണ് എന്ത് പറയുക, എത്നോസെൻട്രിസം എന്ന് പറയുക. മറ്റൊന്ന് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നതാണ്. കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളുടെ സംസ്കാരത്തെയും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ ശ്രമിക്കുന്നതിനാണ് എന്ത് പറയുക, കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുക. നമ്മുടെ മതപരമായിട്ടുള്ള പ്രാക്ടീസുകൾ, ഡ്രസ് കോഡുകൾ, അതേപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്, അതിനാണ് പറയുക കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. മറ്റൊരു ചെറിയ ടോപ്പിക്കാണ് ഹൈ കൾച്ചർ എന്ന് പറയുന്നത്. ഹൈ കൾച്ചർ എന്ന് പറയുന്നത് ഉയർന്ന സംസ്കാരം എന്ന് പറയുന്നത്, അതായത് സാംസ്കാരികമായി ഭൗതികമായി ഒക്കെ ഉയർന്നു നിൽക്കുന്ന സാംസ്കാരിക ഘടകത്തിനെയാണ് എന്ത് പറയുക, ഹൈ കൾച്ചർ എന്ന് പറയുക. ഓക്കെ. പിന്നെ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നൊരു ഭാഗം കൂടെ ഉണ്ട്. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സാംസ്കാരിക ഘടകങ്ങളെ, ആശയങ്ങളെയൊക്കെ ഉൾപ്പെടുന്ന സമൂഹങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എസ്ഐക്ക് സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ. ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എസ്ഐക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ്. നമുക്കറിയാം ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. ഡിജിറ്റൽ കൾച്ചർ, നമ്മുടെ ഡിജിറ്റൽ സംസ്കാരവും സാമൂഹ്യ മാധ്യമങ്ങളും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിജിറ്റൽ കൾച്ചറിൻ്റെ കണക്ടിവിറ്റി, പരസ്പരമുള്ള ബന്ധം, പിന്നെ വെർച്വൽ കമ്മ്യൂണിറ്റിയാണ്, അതേപോലെ തന്നെ ഉള്ള വ്യത്യസ്തമായ സവിശേഷത. നമുക്കറിയാം ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകതകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, പിന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ട് സോഷ്യലൈസേഷനിൽ, ഐഡൻറ്റിറ്റി ഫോർമേഷനിൽ. ഇൻഫർമേഷൻ ലഭിക്കാം, ചിലപ്പോൾ ഇൻഫർമേഷനും ആവാം, തെറ്റായ വിവരങ്ങളും ശരിയായ വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അന്നേരം ആ രണ്ട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭാഗമാണ്, ഒരു എസ്ഐക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ് ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അന്നേരം മൂന്നാമത്തെ മൊഡ്യൂൾ അവസാനിപ്പിക്കുമ്പോൾ അതിൽ കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ്, മറ്റൊന്ന് ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ അവസാനം പറഞ്ഞ ഭാഗം, പിന്നെ ചെറിയ ചെറിയ ടോപ്പിക് ഹൈ കൾച്ചർ, പോപ്പുലർ കൾച്ചർ, സബ് കൾച്ചർ, എത്നോസെൻട്രിസം ഒക്കെ ഞാൻ എന്താണെന്ന് ഒറ്റ വാചകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ മാർക്കിന് വരികയാണെങ്കിൽ ആ രൂപത്തിലേക്ക് എഴുതുക. ഓക്കെ. നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ഡിസ്പാരിറ്റീസ്, അർബൻ റൂറൽ ഡിവൈഡ് തുടങ്ങിയ ഭാഗങ്ങളാണ്. അതിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ശ്രേണീകരണം എന്ന് പറയുന്നൊരു ഭാഗമാണ്. അതായത് സമൂഹത്തെ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ് നടത്തുക, വ്യക്തികളെ, ഗ്രൂപ്പുകളെ ഒക്കെ ഒരു ശ്രേണീകരണം നടത്തുക, അത് തട്ടുകളായി തരംതിരിക്കുന്നതിനാണ് എന്ത് പറയുക, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചെറിയ മാർക്കിന് ചിലപ്പം ചോദിക്കാം. ലൊബ്ബൺ, നിംകോഫ് തുടങ്ങിയ ഫിലോസഫേഴ്സ് പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ഉള്ള തരംതിരിവിനെയാണ് എന്ത് പറയുക, ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വർഗ ശ്രേണീകരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ, സമൂഹത്തെ ഗ്രൂപ്പുകളെയൊക്കെ വേർതിരിക്കുന്നതിനാണ് എന്ത് പറയുക, ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ. മറ്റൊന്ന് കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ, ജാതിപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയൊക്കെ അതിന് ഉദാഹരണമാണ്. മറ്റൊന്ന് എസ്റ്റേറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന, ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പം ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന വിഭാഗം, അതായത് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്ന രീതിയിലുള്ള തരംതിരിവാണ് എസ്റ്റേറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം വരുന്നത് സ്ലേവറിയാണ്.
അടിമ ഉടമ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം. മറ്റൊന്ന് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ, ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷന്മാർ എന്ന രീതിയിലേക്കുള്ള തരംതിരിവിനെയാണ് എന്ത് പറയുക, ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്ക് വരുന്നതാണ് കാസ്റ്റ്, ജാതി എന്താണെന്നുള്ളത്, അതിൻ്റെ സവിശേഷതകൾ, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഒക്കെ വരുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് ക്ലാസ്, വർഗം എന്താണെന്നുള്ളത്, വർഗത്തിൻ്റെ സവിശേഷത. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് വർഗങ്ങളെ തരംതിരിക്കുക, ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള തരംതിരിവാണ്. അതിൽ സാമ്പത്തികമായി പദവിയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ ആളുകളെ തരംതിരിക്കുന്നതിന് എന്ത് പറയുക, ക്ലാസ് എന്ന് പറയുക. മറ്റൊരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എസ് ഐക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ വേരിയസ് ഡൊമൈൻസ്. ഒന്നുമില്ല, അതിൽ പറയുന്നത് ലിംഗഭേദപരമായ അസമത്വം, സ്ത്രീ പുരുഷ അസമത്വത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ കോസസ് ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കൾച്ചറൽ നോംസ്, എഡ്യൂക്കേഷൻ ഇൻഇക്വാലിറ്റി, എക്കണോമിക് ഫാക്ടർ, ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്, സോഷ്യലൈസേഷൻ, മീഡിയ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ അതിൻ്റെ കോസസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത മേഖലയിലെ അസമത്വമാണ് പറയുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ സെക്ടർ, എംപ്ലോയ്മെൻറ്റ് സെക്ടർ, ഹെൽത്ത് സെക്ടർ, ലീഗൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന അസമത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ വേരിയസ് ഡൊമൈൻസ്. ഒരു പാരഗ്രാഫിനോ എസ്ഐക്കും സാധ്യതയുള്ളൊരു ഭാഗമാണ്. അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അർബൻ റൂറൽ ഡിവൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നഗര ഗ്രാമ വേർതിരിവിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് എക്കണോമിക് ഡിസ്പാരിറ്റീസ്, സാമ്പത്തികമായ അസമത്വം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ്, അതായത് ഭൗതികമായ ഘടകങ്ങൾ, കെട്ടിടങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങൾ. മറ്റൊന്ന് ലിവിങ് കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്നത്, ജീവിത നിലവാരം നഗരത്തിലും ഗ്രാമത്തിലും വ്യത്യാസം ഉണ്ടാവും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്, നഗരത്തിലും ഗ്രാമത്തിലും സാമൂഹികവും സാംസ്കാരികമായ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇത്രയാണ് അതിൻ്റെ ആസ്പെക്ട്സ് വരുന്നത്. ചിലപ്പം ചോദിക്കുക ആസ്പെക്ട്സ് ഓഫ് അർബൻ റൂറൽ ഡിവൈഡ് എന്ന് പറയുന്നൊരു ഭാഗം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കോസസ് ഓഫ് ദ അർബൻ റൂറൽ ഡിവൈഡ്, അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. നഗര ഗ്രാമ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ, അതിൽ എക്കണോമിക്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ഈ വ്യത്യാസത്തിന് കാരണമായിട്ട് പറയുന്നുണ്ട്. നേരം ഈ 4ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം ജെൻഡർ ഡിസ്പാരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം, അസമത്വം, സ്ത്രീ പുരുഷ അസമത്വം എന്ന് പറയുന്നൊരു ഭാഗം, അതിൻ്റെ വേരിയസ് ഡൊമൈൻസ്, വ്യത്യസ്ത മേഖലകളിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് സ്ട്രാറ്റിഫിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, ക്ലാസ്, കാസ്റ്റ്, എസ്റ്റേറ്റ്, സ്ലേവറി എന്നൊക്കെ പറയുന്ന ഭാഗം. പിന്നെ ഒരു ജനറൽ ടോപ്പിക്കാണ് റൂറൽ അർബൻ ഡിവൈഡ് എന്ന് പറയുന്നൊരു ഭാഗം, ഗ്രാമ നഗര വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗം. ഇത്രയാണ് ഈ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അന്നേരം തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേപ്പറാണ് ഇൻവിറ്റേഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് സാമൂഹ്യപരമായ അറിവും ധാരണയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എഴുതി പാസ്സാവാൻ പറ്റുന്നൊരു പേപ്പറാണ്. അത് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഏറ്റവും പരിമിതമായ രൂപത്തിലാണെന്ന് എനിക്കറിയാം. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലെക്ചർ നോട്ട് തയ്യാറാക്കിക്കൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അതിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം, അതേപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ, കൾച്ചറിൻ്റെ ഭാഗങ്ങൾ, ഫസ്റ്റ് മൊഡ്യൂളിലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു ഭാഗം, ജെൻഡർ ഡിസ്പാരിറ്റീസ്, ഈ ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. പിന്നെ പാരഗ്രാഫിന് സാധ്യതയുള്ള കുറേ ഭാഗങ്ങളുണ്ട്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്, കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ്, കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ക്ലാസിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ സൊസൈറ്റി എന്താണെന്നുള്ളത്, അതിൻ്റെ ടൈപ്സ് ഓഫ് സൊസൈറ്റി, പിന്നെ സോഷ്യൽ കൺട്രോള്, ഈ ഭാഗങ്ങളൊക്കെ ഏറ്റവും സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചെറിയ മാർക്കിനാണെങ്കിൽ ഹൈ കൾച്ചർ, പോപ്പുലർ കൾച്ചർ എന്നൊക്കെ പറയുന്ന ഭാഗവും സാധ്യതയുണ്ട്. എന്തായാലും ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലെക്ചർ നോട്ട് തയ്യാറാക്കിക്കൊണ്ട് ഏറ്റവും നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.